ഹായ് എവരി വൺ, എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് ഈദൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കിച്ചണിലൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ ബിരിയാണി. ആദ്യം ഒരു ചെമ്പൊക്കെ എടുത്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒനിയനിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു. ആ ഒനിയൻ നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഏകദേശം റെഡിയായി നിൽക്കുന്ന സമയം നോക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് വീണ്ടും ടൊമാറ്റോ ഇട്ട് കൊടുക്കും. പിന്നെ ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാലകൾ ചേർക്കും. ഞാനിവിടെ ചേർത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാല, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ജീരകപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യും. അതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ചിക്കനൊക്കെ ഇട്ട് ആ ചിക്കൻ വേകാറാവുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കൊറിയാണ്ടറും കുറച്ച് പുതിനയിലയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. അതിന് ശേഷം ചിക്കൻ ഏകദേശം റെഡിയാകുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ ഞാൻ റൈസും റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദമ്മിടാനുള്ള ഓനിയൻ ഫ്രൈഡ് ചെയ്തതും എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പം ഒന്നാമത് നമ്മൾ കിച്ചണിൽ നിന്നാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിനെല്ലാം കൂടെ വേഗം ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മെയിൻ പരിപാടിയാണ്, ദമ്മിടണം. എനിക്ക് അങ്ങനെ വലിയതായിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കറിയാവുന്ന പോലെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മളങ്ങ് ഉണ്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. കാരണം എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ മലയാളീസ് അല്ല, അപ്പം അവർക്കങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മളവർക്ക് അവരെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്നു. ഇനി അടുത്ത പരിപാടി ദമ്മിടുകയാണ്. നമ്മൾ ആദ്യമേ കുറച്ച് മാറ്റി വെച്ചിട്ടതിന് ശേഷം ആദ്യത്തെ ലെയറിൽ നമ്മൾ റൈസ് ഇട്ടു. അത്യാവശ്യം നന്നായിട്ട് റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് 6 kg ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഫ്രൈഡ് ചെയ്ത് വെച്ച ഒനിയന്, പിന്നെ മുന്തിരി എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. അതിന് ശേഷം സെക്കൻഡ് ലെയർ ഇടുകയാണ്. സെക്കൻഡ് ലെയർ ഇട്ട് കുറച്ച് ചിക്കനും ഗ്രേവി എല്ലാം കൂടെ ഇട്ടു. അതിന് ശേഷം വീണ്ടും അടുത്ത റൈസ് ഇടുന്നു. പിന്നെ കുറച്ച് സാഫ്രൺ വാട്ടർ ഒഴിക്കുന്നു. കാരണം ജസ്റ്റ് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാഫ്രൺ വാട്ടർ ഒഴിക്കുന്നു. പിന്നെ ലെയർ ഇടുന്നു. വീണ്ടും സെയിം നമ്മൾ ഫ്രൈഡ് ഓനിയൻ, ഗ്രേപ്സ്, അതായത് ഉണക്കമുന്തിരി കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്രൈഡ് ചെയ്ത് വെച്ച് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ദം ചെയ്യണു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കണ്ടില്ലേ എന്ത് രസമാണ്. കുറച്ച് 6 kg ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും അവിടെ വെയിറ്റിങ്ങിലാണ്, കണ്ടില്ലേ അവിടെ ഇരിക്കണം, കണ്ടില്ലേ എല്ലാവരും റെഡിയായോ എന്ന് ചോദിച്ച് റെഡി ആയിരിക്കുകയാണ് കഴിക്കാനായിട്ട്. ശേഷം മൂടി വെച്ച് മെയിൻ പരിപാടിയായ ദമ്മിടുക. നല്ല അലുമിനിയം ഫോയിലൊക്കെ വെച്ച് മൂടി ഒരു 10 മിനിറ്റ് കൂടെ വീണ്ടും നമ്മൾ ദമ്മിൽ വെച്ചു. അതിന് ശേഷം എടുത്ത് ദമ്മ് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഈദ് ഡേ ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വരും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്.